ദിനം ഈശോയോടൊപ്പം ഈശോയോടൊപ്പം. ആരാധന ആരാധന യേശുവേ ആരാധന. ആരാധന ആരാധന യേശുവേ ആരാധന. ആരാധന ആരാധന യേശുവേ 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 ഈ പ്രഭാത ആരാധനയിൽ ഈ ദിനം മുഴുവനും ഒരു അനുഗ്രഹമായി മാറാൻ വേണ്ടി നല്ല ഈശോയെ കണ്ണുനീരോടെ അങ്ങയുടെ മക്കൾ അണിഞ്ഞിരിക്കുന്ന സമയം ഓരോ ജീവിതങ്ങളെയും കർത്താവ് ഒരു അനുഗ്രഹം ഒരു അഭിഷേകമായി ഇവിടുന്ന് മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുക. ഓരോ ജീവിതങ്ങളെയും കർത്താവെ ഒരു അഭിഷേകമായി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുക. ഈ ദിനം പ്രത്യേകമായ ഒരു അഭിഷേകത്തിന് വേണ്ടി സമർപ്പിക്കുന്നത് യേശയ്യാ പ്രവാചകൻ്റെ പുസ്തകമാണ്. 43-ാം അധ്യായം 19-ാം വചനത്തിൻ്റെ ആദ്യ ഭാഗം വലിയൊരു അഭിഷേകമായി നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാൻ വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. തിരുവചനം ഇപ്രകാരമാണ് പറയുക: ഇതാ ഞാൻ പുതിയ ഒരു കാര്യം ചെയ്യുന്നു, ഇതാ ഞാനൊരു പുതിയൊരു കാര്യം ചെയ്യുന്നു. ഈ ദൈവം പുതിയ കാര്യം ചെയ്യുന്ന ദൈവമാണ്. ഈ ദൈവം പുതുമ തരുന്ന ദൈവമാണ്. ഈ ദൈവം പുതിയ സൗഖ്യം നൽകുന്ന ദൈവമാണ്. ഈ ദൈവം പുതിയ വിടുതൽ നൽകുന്ന ദൈവമാണ്. ഈ ദൈവം നമ്മുടെ ജീവിതത്തിൻ്റെ ആത്മീയ, ഭൗതിക, മാനസിക, ശാരീരിക മേഖലയിൽ പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യുന്ന ദൈവമാണ്. ഓ ദൈവമേ, എഴുന്നള്ളി വരണമേ എന്ന് പ്രാർത്ഥിക്കുക. എൻ്റെ ജീവിതത്തിൽ പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്ന സമയമാണ്. നമ്മുടെ പ്രിയപ്പെട്ട മക്കളിൽ, നമ്മുടെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളിൽ, നമ്മുടെ ജീവിത പങ്കാളി മാതാപിതാക്കളിൽ, സഹോദരങ്ങളിൽ, നമ്മുടെ സഭയിൽ ഓ ദൈവമേ, ഈ ദിനം പുതിയ പുതിയ കാര്യങ്ങൾ അവിടുന്ന് ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്ന സമയം. ദൈവം പുതിയ പുതിയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലും ഒറ്റവരിലും ചെയ്യാൻ വേണ്ടി ആഗ്രഹിച്ച് ഇരുകരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നമുക്ക് സ്തുതിക്കാം. യേശുവേ യേശുവേ എന്ന് സ്തുതിക്കാം. ഈ സമയം ഈശോ തരുന്ന ആശീർവാദം നമ്മൾ സ്വീകരിക്കുകയാണ്. സാധിക്കുന്നവർ മുട്ടുകുത്തി കരങ്ങൾ കൂപ്പി ശിരസ് നമിച്ച് ഈശോ തരുന്ന ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്തിനു നീ മോചനമേകി. സകലേശാദിവ്യ കടാക്ഷം തൂകണമേ വത്സലസുതരേ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. യേശുവേ 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 ആരാധന യേശുവേ ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. ഞാൻ ഡൽഹി തോട്ടക്കരയിൽ നിന്ന് വരുന്നു. എൻ്റെ കൈയുടെ വിരലുകൾ 6 മാസമായി അലർജി മൂലം ചെറിയ കുരുക്കൾ ഉണ്ടാവുകയും അത് ചൊറിയുമ്പോൾ പൊട്ടി ഒലിക്കുകയും ചെയ്തിരുന്നു.
ഞാൻ ഏഴിമുട്ടം താബോർ ധ്യാന കേന്ദ്രത്തിൽ ശനിയാഴ്ച റുകാഭിഷേക ബൈബിൾ കൺവെൻഷൻ കൂടി താബോർ മാതാവിൻ്റെ മാധ്യസ്ഥയായിട്ട് തേടി പ്രാർത്ഥിച്ചു. ബഹുമാനപ്പെട്ട ജോർജി പള്ളിക്കുന്നേൽ അച്ഛനോട് പ്രാർത്ഥനാ സഹായം ചോദിച്ചപ്പോൾ 70 ദിവസം വെഞ്ചരിച്ച വെള്ളം കയ്യിൽ പുരട്ടി പ്രാർത്ഥിക്കുവാൻ പറഞ്ഞു. ഞാൻ വിശ്വാസത്തോടെ അങ്ങനെ പ്രാർത്ഥിച്ചു. 3-ാം ദിവസം എൻ്റെ കയ്യിലെ ഉരുക്കൾ പൊഴിഞ്ഞുപോയി. താബോർ മാതാവ് വഴി ഞങ്ങളെ അനുഗ്രഹിച്ച ഈശോയ്ക്ക് 1000 നന്ദിയും സ്തുതിയും ആരാധനയും. ഈ ദിനം ഈശോയോടൊപ്പം ഈശോയോടൊപ്പം